നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി സകലരെയും ശിഷ്യരാക്കി ഞാൻ പഠിപ്പിച്ചതൊക്കെയും അവരെ പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിപ്പിക്കണം. അതിൽ കഴിഞ്ഞ ദിവസം നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വീക്ഷണത്തിൽ പിതാവായ ദൈവം എന്ന സബ്ജക്റ്റാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത്. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീക്ഷണത്തിൽ പരിശുദ്ധാത്മാവ് എന്ന സബ്ജക്റ്റാണ് ഞാൻ എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തൃത്വത്തിൽ മൂന്നാമനായി ദൈവം തന്നെ ആണ് എന്നുള്ളതിന് നമുക്ക് സംശയമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിനെ പോലെ തന്നെ ഈ ലോകത്തിൽ സഭയുടെ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നാണ് യേശു അതിനെ പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്ന ഒന്നാമത്തെ പദം മറ്റൊരു കാര്യസ്ഥൻ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ ആത്മാവ്. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ മറ്റൊരാൾ എന്നുള്ള അർത്ഥത്തിലാണ് യേശു അവിടെ സംസാരിക്കുന്നത്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കും. യേശു ക്രിസ്തു പോകാൻ നേരത്ത് തന്നെ കുറിച്ചും പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടൊക്കെ കൂടെയുണ്ട്. അപ്പോൾ കർത്താവും പരിശുദ്ധാത്മാവും ഒരേ രീതിയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഏത് സമയത്തും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവും എല്ലാ സ്ഥലങ്ങളിലും എല്ലായ്പ്പോഴും വ്യാപിച്ചിരിക്കുന്ന സർവ്വവ്യാപിയായ ദൈവമാണ്. യേശു ക്രിസ്തുവിനെ പോലെ തുല്യനായ ഒരാളാണ്. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് എന്ന യേശു പല പ്രാവശ്യം എടുത്തു പറയുണ്ടായി. അതാണ് എന്റെ ഹൃദയത്തിൽ ദൈവം ശ്രദ്ധയ്ക്കായി തന്ന ഒരു ഭാഗം. സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് പറയുന്നതിന് മുൻപേ ദൈവത്തെ സത്യദൈവമെന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കും. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ 3 ഇടത്ത് സത്യദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതി കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി തരുന്ന ഒരു ശക്തമായ വാക്യമാണ് അത്. വായിച്ചിരിക്കുന്നത് നോക്കിക്കേ, ദൈവപുത്രൻ വന്ന് നമ്മൾക്ക് തന്നത് സത്യദൈവത്തെ അറിയുവാൻ ഉള്ള കൃപ നൽകി. പിന്നെ നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അടുത്തതോടെ അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പോൾ ദൈവത്തെ കുറിച്ച് അറിയുവാൻ നമുക്കിടയായി. സത്യദൈവത്തെ നാം ആ സത്യദൈവത്തിൽ യേശുക്രിസ്തുവിൽ, അപ്പോൾ അത് ഒന്നുപോലെയാണ് പറയുന്നത്. സത്യദൈവത്തിൽ യേശുക്രിസ്തുവിൽ, പിന്നെ പറഞ്ഞിരിക്കുന്നു സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശുക്രിസ്തു ആണ് നമ്മുടെ നിത്യജീവൻ, യേശുക്രിസ്തു ആണ് സത്യദൈവം. എന്നാൽ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അതേ പദമാണ് ഇവിടെ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് ഇടയാക്കി തീർത്തിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം എന്ന് നാം സംബോധന ചെയ്യുന്ന തൃത്വത്തിൽ ഒന്നാമനായ ദൈവത്തെ ഇവിടെ സത്യദൈവം എന്ന് 3 പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് സത്യം. ആ വാക്യം നമുക്ക് എല്ലാവർക്കും മനഃപാഠമായിട്ട് അറിയാം. അപ്പോൾ പിതാവായ ദൈവം മാത്രമല്ല, യേശുക്രിസ്തുവും അത് പറയുകയാണ്, ഞാൻ തന്നെയാണ് സത്യം. പിന്നീട് ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവർക്കൊക്കെ പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, സത്യദൈവം, സത്യമായ കർത്താവ്, സത്യത്തിന്റെ ആത്മാവ്. അപ്പോൾ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ആരാധനയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആത്മാവിലെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ? കാരണം ആത്മാവാകുന്ന ദൈവത്തെ നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവുമായി കൂട്ടിമുട്ടുന്നതാണ് യഥാർത്ഥ ആരാധന, ദൈവവുമായിട്ടുള്ള കണക്ഷൻ. ശരീരം കൊണ്ട് തപ്പി നോക്കിയാലോ തൊട്ടു നോക്കിയാലോ നമ്മൾക്ക് ദൈവത്തെ കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ലെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവിന്റെ ആ കൂടിക്കാഴ്ചയാണ് യഥാർത്ഥ ആരാധനയുടെ ആരംഭം. അപ്പോൾ ഇവിടെ യേശു പറയാണ്, സത്യാത്മാവിൽ
നിങ്ങൾ ആരാധിക്കുന്നു. എങ്ങനെ? ആത്മാവിലും സത്യത്തിലും. അപ്പോൾ യേശു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനെ കൂടാതൊന്നും കഴിയില്ല. ആത്മാവാണ് നമ്മെ ജീവിപ്പിച്ചത്, ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്, ആത്മാവാണ് നമ്മെ നടത്തുന്നത്, ആത്മാവിലാണ് നാം ജീവിക്കുന്നത്, ആത്മാവിനാൽ നാം നടത്തപ്പെടുന്നു, ആത്മാവിനാൽ നാം അഭിഷേകം പ്രാപിക്കുന്നു, ആത്മാവിനാൽ നാം സ്നാനം പ്രാപിക്കുന്നു. ആത്മാവ് നമ്മളെ എല്ലാ വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ലോകത്തിൽ പിശാചിന്റെ തത്വം അവനിഷ്ടം പ്രകാരം നടക്കാതിരിക്കുന്നതും ഈ ആത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഈ നിത്യാത്മാവ് സത്യദൈവം എപ്പോഴും വലിയൊരു പ്രവൃത്തിയാണ് ഈ ലോകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ സത്യാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ആത്മാവും പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും സത്യമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരേ നേച്ചർ, ഒരേ സ്വഭാവം, ഒരേ അവസ്ഥ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന് തുല്യനായ ഒരാത്മാവ്. ഈ ആത്മാവ് വരുമ്പോൾ നമ്മെ എന്തോ ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തും. നമുക്ക് യേശു പഠിപ്പിച്ചിരിക്കുന്ന 3-4 വാക്യങ്ങളുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വായിക്കാം. അത് യോഹന്നാന്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലുമാണ് യേശു അതിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമാണ് ആദ്യം യേശു പറയുന്നത്. അന്ന് വായിച്ച് 26. നിങ്ങൾക്ക് സകലവും ഉപദേശിക്കുകയും ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ നാമത്തിലാണ് അയക്കുന്നത്, പിതാവാണ് അയക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 15-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ അയക്കുന്നത്. എന്റെ നാമത്തിൽ പിതാവ് അയക്കുമെന്ന് 14-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 15-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ് ഞാനാണ് ആത്മാവിനെ അയക്കുന്നത്, പിതാവിനോട് പറഞ്ഞ് ഞാൻ അയക്കും. അപ്പോൾ യേശു എപ്പോഴും പിതാവും താൻ ഒന്നെന്ന പോലെ ആണ് സംസാരിക്കുന്നത്. ഞാനും പിതാവും, അതിനാണ് ഞാൻ സത്യദൈവവും സത്യാത്മാവും ഒക്കെ പറയുന്നത്. ദൈവം എന്ന് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഉടനെ തന്നെ പറയാണ് ഞാൻ ആത്മാവിനെ അയക്കും. നോക്കിക്കേ, അത് പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 15-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്. 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിച്ച് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നു അവൻ വരും, ആദ്യം വഴി നടത്തും, പിന്നെ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഇനിയും പറഞ്ഞിരിക്കുന്നത് 16-ാം അധ്യായത്തിലാണ്. 16-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യവും 13-ഉം 14-ഉം വാക്യങ്ങളും നമുക്ക് വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. 13-ഉം 14-ഉം വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇവിടെ പിതാവ് അയക്കുമെന്ന് പറഞ്ഞു. 15-ാം അധ്യായത്തിൽ ഞാൻ അയക്കുമെന്ന്, ഞാൻ ചെന്നിട്ട് ഞാൻ അയക്കുമെന്ന് പറഞ്ഞു. 16-ാം അധ്യായത്തിൽ പിന്നെയും പറഞ്ഞിരിക്കുന്നു എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വരുമ്പോൾ 15-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യത്തിൽ നാം വായിച്ചത് എന്താണ്? അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും, എനിക്കുള്ളതെല്ലാം എടുത്ത് പഠിപ്പിക്കും. കാരണം എനിക്കുള്ളതെല്ലാം പിതാവ് തന്നതാണ്. ആ എങ്കിൽ നിന്ന് എനിക്കുള്ളത് എടുത്ത് പരിശുദ്ധാത്മാവ് നൽകും. അപ്പോൾ പരിശുദ്ധാത്മാവിന് പറവാനുള്ളത് എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളെ വഴി സകല സത്യത്തിലും വഴി നടത്തും. ആ സത്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു പഠിപ്പിച്ചതും യേശു ക്രിസ്തുവിലുള്ളതുമാണ്. എന്നിട്ട് എന്താണ് നാം ചെയ്യേണ്ടത്? ഈ പരിശുദ്ധാത്മാവിനാൽ അവനെ കുറിച്ച് സാക്ഷ്യം പറയും. അതാണ് ഒന്നാമത് യേശു എംഫസൈസ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഉടനെ നിങ്ങളെ നയിക്കും, നിങ്ങളെ സത്യം പഠിപ്പിക്കും, ഞാൻ പഠിപ്പിച്ചതൊക്കെ ഓർപ്പിക്കും, സകല സത്യത്തിലും വഴി നടത്തും. എന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? ഒറ്റ കാര്യം എന്താണ്? അവനെ കുറിച്ച്
സാക്ഷ്യം പറവാൻ ഈ 26-ലും 27-ലും അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ സത്യത്തിൽ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. വളരെ വ്യക്തമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. കാരണം നിങ്ങൾ ആദ്യം മുതൽ എന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തിയിലും യേശു ക്രിസ്തു അത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്താ? നിങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞ, നിങ്ങൾ എന്നോട് കൂടെ ഇരുന്ന, കണ്ടത്, കേട്ടത് എന്തോ ചെയ്യും? പറയും. പറയണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെന്താ? പറയും. കാരണം ഇവിടെ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലാണ് പറയുന്നത്, ആ പുറപ്പെടുന്ന ആത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോസ്തല പ്രവൃത്തിയിലും പറയുന്നത് എന്താ? നിങ്ങൾ എന്നെ കുറിച്ച് സാക്ഷികൾ ആകും. അപ്പോൾ ഇവിടെ പറയുമെന്ന് പറഞ്ഞിരിക്കും, അവിടെ ആകുമെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യല്ല, ആണോ? നമ്മളോട് ദൈവം റിക്വസ്റ്റ് ചെയ്യല്ല. പിന്നെന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തോ സംഭവിക്കും? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ച് സകലതും പരിശുദ്ധാത്മാവ് നമ്മളോട് മനസ്സിലാക്കി തരും. സകലതും നമുക്ക് പറഞ്ഞു തരും എന്നാണ് നാം വായിച്ച വേദഭാഗത്തിൽ കണ്ടത്. 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? സകല സത്യത്തിലും വഴി നടത്തും, സകലതും നിങ്ങൾക്ക് ഓർപ്പിച്ചു തരും. അപ്പോൾ ഈ ദൈവത്തിന്റെ ജോലി നമ്മെ സത്യത്തിൽ വഴി നടത്തുക. നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം എന്ത് ചെയ്യാം? ഓർപ്പിക്കുക. അപ്പോൾ നമ്മുടെ ജോലി എന്താ? നാം അനുസരിക്കുക, സാക്ഷ്യം പറയുക. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പരമപ്രധാനമായ ആവശ്യം യേശു പറഞ്ഞത് യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പോൾ നാം ചോറുണ്ടാൽ വയറു നിറയും. വയറു നിറയാൻ നമ്മൾ എന്തോ ചെയ്യണം? ചോറ്. അപ്പോൾ ചോറുണ്ടാൽ അതിന്റെ അർത്ഥം വയറു നിറയും. എന്തെങ്കിലും കഴിച്ചാൽ വയറു നിറയും, വെള്ളം കുടിച്ചാൽ വയറു നിറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നാം സാക്ഷികളാകും എന്ന് പറയുന്ന ഉടനെ അത് അതിന്റെ ഫലമാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ വരുമ്പോൾ യേശു ക്രിസ്തു വളരെ ശക്തമായി പഠിപ്പിച്ചു, നാം സാക്ഷ്യം പറയും, സാക്ഷികളാകും. എന്തുകൊണ്ടാ? നമുക്ക് സത്യം അറിയാവുന്നതുകൊണ്ട്, വേറെ സത്യം ഇല്ലാത്തതുകൊണ്ട്. സത്യാത്മാവ് വരുന്ന ഉടനെ എന്തുകൊണ്ടാണ് നാം സാക്ഷികളാകുന്നത്? ഈ സത്യം ഇത് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും. വേറെ ആത്മാക്കളൊക്കെ ലോകത്തിലുണ്ട്, പക്ഷെ അതൊന്നും എന്തല്ല, സത്യാത്മാവല്ല. സത്യമാകുന്ന ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ സത്യാത്മാവിനെ കൂടാതെ നമുക്ക് കഴിയാത്തതിനാൽ എന്തോ സംഭവിക്കുന്നു? സത്യാത്മാവ് വരുന്നുടനെ നമ്മുടെ ജീവിതത്തിൽ യേശു ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. യേശു ആരാണെന്ന് മനസ്സിലാക്കിയാൽ അവനെ കുറിച്ച് പദപാതിരിപ്പാൻ നമുക്ക് കഴിയാതെ വരും. ഇതാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നാം അവനെ കുറിച്ച് സാക്ഷ്യം പറയും. രണ്ടാമത് എന്താ പറയുന്നത് അറിയാമോ? ലോകത്തിന് എന്താണ് ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്ന് യേശു പഠിപ്പിച്ചു. ലോകത്തിന് എന്തൊക്കെയാ ചെയ്യുന്നത്? പാപത്തെ കുറിച്ച് ബോധം വരുന്നു, ന്യായവിധിയെ കുറിച്ച് ബോധ്യപ്പെടുത്തും. പിന്നെ എന്താ ചെയ്യും? നീതി എന്താണെന്ന് വെളിപ്പെടുത്തും. 15-ാം അധ്യായത്തിന്റെ 16-ന്റെ 7 മുതൽ വായിക്കാം ആദ്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. എന്തേ? നാം എല്ലാം ലോകക്കാരായി. നമ്മൾക്ക് ദൈവം എന്തോ ബോധ്യപ്പെടുത്തി? പാപികളാണ്. നാം ദൈവവചനം കേട്ടപ്പോൾ, ലോകക്കാരായിരുന്നപ്പോൾ, കർത്താവിനോടൊരു ബന്ധവുമില്ലാതിരുന്നപ്പോൾ, അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം അധർമ്മത്തിലും പാപത്തിലും മരിച്ചിരുന്നപ്പോൾ, നാം പാപത്തിൽ മരിച്ചവരാണെന്നുള്ള ബോധം ദൈവം നമുക്ക് തന്നു. ഇതാണ് ലോകത്തിൽ ദൈവം ചെയ്യുന്നത്. അപ്പോൾ നാം പാപത്തിൽ മരിച്ചു എന്നുള്ളത് കഴിയുമ്പോൾ നമ്മൾക്ക് കുഴപ്പം മനസ്സിലാക്കി. നമുക്ക് നീതിയില്ലെന്ന് വെളിപ്പെടുത്തി. നമുക്ക് സ്വയമായി ഒരു കഴിവുമില്ല ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ എന്ന് ദൈവാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ ഓരോരാൾ ആവശ്യം വരുന്നത്. എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യില്ല, വേറൊരുത്തരിൽ
ആശ്രയിക്കാറില്ല. അപ്പോൾ എന്താണ് നീതി? ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല ദൈവസന്നിധാനത്തിൽ. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി എനിക്ക് ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ആ നീതിയാണ് ആരെ? ക്രിസ്തു. പാപിയായിരുന്ന എനിക്ക് വേണ്ടി കർത്താവ് മരിച്ച് ദൈവത്തിന്റെ നീതിയാകുവാൻ അവൻ നമ്മെ സഹായിച്ചു. അപ്പോൾ നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത 3 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ്? നാം പാപിയാണെന്ന് വിളിച്ചു. 2, നാം പാപിയായിരിക്കുന്നതിനാൽ എന്ത് നടക്കയില്ല? ദൈവസന്നിധാനത്തിൽ നിൽക്കുവാൻ കഴിയും. ദൈവത്തോട് സമാധാനമില്ല. ദൈവത്തിന്റെ ക്രോധത്തിനും പാത്രീഭൂതനാണ്. അതിനാൽ നമ്മൾക്ക് നീതി വേണം. ദൈവസന്നിധാനത്തിൽ നിൽക്കുവാൻ കഴിയണം. അതിന് എന്റെ കഴിവ് കൊണ്ട് കഴിയാത്തതിനാൽ ദൈവത്തിന്റെ നീതി ആവശ്യമാണെന്നുള്ള ബോധം, യേശുവിനെ ആവശ്യമാണെന്നുള്ള ബോധം, യേശു ക്രിസ്തുവിന്റെ ആ രക്ഷണീയ പ്രവൃത്തിക്ക് വേണ്ടി യേശു ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണെന്നുള്ള ചിന്താഗതി പരിശുദ്ധാത്മാവിനിക്ക് തന്നു. അല്ലെങ്കിൽ ഞാൻ ന്യായവിധിയിലേക്ക് പോകും എന്നുള്ളതാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും ദൈവം വെച്ചിരിക്കുന്നു. മരിച്ചവരെല്ലാവരും എന്റെ ശബ്ദം കേൾക്കും. ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും വരും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തുവാണ് എല്ലാവരെയും ന്യായം വിധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ നിന്ന് ഏതൻസിൽ നിന്ന് പറയുകയാണ്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവനൊരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതിനാൽ അതിനൊരു ഉറപ്പും നൽകിയിരിക്കുന്നു. അപ്പോൾ ആരാണ് ന്യായം വിധിക്കുന്നത്? പിതാവ്. സകല ന്യായവിധിയും എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു സംസാരിച്ചു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തു. അത് എന്തുകൊണ്ടാണ് ഉറപ്പുവെച്ചത്? അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അവൻ തന്നെയാണ് ന്യായാധിപതി എന്നുള്ള ഉറപ്പും കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിനെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. എന്ത്? മനുഷ്യർ പാപിയാണ്, അവന്റെ സ്വന്തം നീതി കൊണ്ട് ദൈവത്തിന്റെ സന്നിധാനത്തിൽ എത്തുകയില്ല. അല്ലെങ്കിൽ അവന് ന്യായവിധിയുണ്ട്, ആ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ യേശു എന്ന ഏക മാർഗമേ ഉള്ളൂ എന്നുള്ള കൺവിക്ഷനാണ് പരിശുദ്ധാത്മാവ് ലോകത്തിന് നൽകുന്നത്. അങ്ങനെ നൽകിയതുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. നാം ഒരു കാലത്ത് ലോകക്കാരായിരുന്നു. എന്നാൽ ഈ കൺവിക്ഷൻ ലഭിച്ച യേശുവിന്റെ വചനം കേട്ട് യേശുവിനെ അംഗീകരിക്കുവാൻ ഇടയാക്കി തീർത്തത് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇതാണ് യേശു പറഞ്ഞത്, ഈ കാര്യസ്ഥൻ വരുമ്പോൾ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ 3 കാര്യം ചെയ്യും. എന്ത്? ഭാവി നീതി ആവശ്യമാണ്, അല്ലെങ്കിൽ ന്യായവിധിയുണ്ട്. അപ്പോൾ ഒരു കാര്യം അവിടെ വളരെ വ്യക്തമാണ്. ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കൺവിക്ഷൻ കൊടുക്കുമെങ്കിൽ ദൈവാത്മാവ് നമ്മൾക്ക് എത്രയധികം നൽകണം. കാരണം നമ്മളിൽ കുടികൊള്ളുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ കൺവിക്ട് ചെയ്യപ്പെടണം. നാം ചെയ്യുന്ന പാപത്തെക്കുറിച്ച് ബോധം വരുത്തണം. നമുക്ക് എല്ലാത്തിനും കണക്ക് കൊടുക്കണം എന്ന് ന്യായവിധി നമ്മെ ഓർപ്പിക്കും. അത് ആരെയോടാണ് പറയുന്നത്? ലോകത്തോടും ദൈവജനത്തോടുമാണ് പറയുന്നത്. കാരണം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വളരെ ശക്തമായി അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്. 10-ാം വാക്യം നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠം അറിയാം. എന്നാൽ 11-ാം വാക്യമാണ് അതുകൊണ്ട് താൻ ഊന്നി പറയുന്നത്. എന്താ ഊന്നി പറയുന്നത്? വായിച്ച്. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്താ? എന്തോ സമ്മതിപ്പിക്കുന്നത്? എന്തിനാ സമ്മതിപ്പിക്കുന്നത്? എന്തിനാ? ആകയാൽ ദൈവത്തെ ഭയപ്പെടണം. എന്തിനാ? ഒരു ന്യായവിധി ഉള്ളത് കൊണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം നമുക്ക് മനഃപ്പാഠം അറിയാം. മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും കർത്താവിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടതാകുന്നു. ആകയാൽ, അവിടെയാണ് ആകയാലിന്റെ പ്രസക്തി. ദൈവത്തെ ഭയപ്പെടണം എന്ന് ഞങ്ങൾ എല്ലാവരെയും സമ്മതിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ ന്യായം, ഓരോ പ്രവർത്തിക്കും അനുസരിച്ച ന്യായം അത് നമ്മൾക്കുണ്ടാകുമെന്ന്
ദൈവാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മളിൽ വസിക്കുന്നത് എന്തല്ല, സത്യാത്മാവ്. ഇതാണ് എന്റെ ഒന്നാമത്തെ പോയിന്റ്. സത്യാത്മാവ് നിങ്ങളിൽ വരുമ്പോ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. ലോകത്തെ അവൻ കൺവിക്ഷൻ കൊടുക്കും. അപ്പൊ ഇത് രണ്ടും ഒന്നിച്ച് ഒരുപോലെയാണ് പോകുന്നത്. ലോകത്തിന് കൺവിക്ഷൻ കൊടുത്തിട്ട് നമ്മൾക്ക് എല്ലാ സത്യത്തിനും വഴി നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം പാപമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോയാൽ സത്യാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ ഇല്ല. സത്യാത്മാവ് നമ്മളിൽ വന്നിട്ട് നാം ആത്മാവിനെ കെടുത്തി കളയുന്നതായിരിക്കാം. ആത്മാവ് നമ്മളിൽ ദുഃഖിക്കുകയായിരിക്കാം. ആത്മാവ് നമ്മളിൽ പ്രകാശിക്കുന്നില്ലായിരിക്കാം. കാരണം നാം ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ എന്ത് ചെയ്യയില്ല, ജഡത്തിന്റെ ഇഷ്ടം ചെയ്യയില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. നാം ആത്മാവിന്റെ ശബ്ദം കേട്ട് ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നാം എന്ത് ചെയ്യയില്ല, ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യയില്ല. വായിച്ചേ. ആത്മാവിനെ അനുസരിച്ച് നടക്കി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. വളരെ ക്ലിയർ ആയിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. ആത്മീയരെന്ന് അവകാശപ്പെടുന്ന നാം ജഡത്തിൽ വസിക്കുന്നുടനെ അതിന്റെ അർത്ഥം എന്താ? ആത്മാവിനെ അനുസരിക്കുന്നില്ല. ആത്മാവ് എന്തോ ചെയ്യും? സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു തരും. യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തും. യേശു ക്രിസ്തുവിന് മഹത്വം കരയറ്റും. ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ വാക്യങ്ങളിൽ. ഉടനെ ദൈവാത്മാവിനെ നാം കെടുത്തിക്കളയും, ദുഃഖിപ്പിക്കും. എങ്ങനെ ആണ് സാധിക്കുന്നത്? നമ്മളുടെ ജഡത്തിന്റെ പ്രവൃത്തി കൊണ്ട്. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നാം ഒരിക്കലും എന്ത് ചെയ്യില്ല, ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുകയില്ല. ഈ റോമാലേഖനം 8-ാം അധ്യായം മുഴുവൻ വിവരിക്കുന്നത് ആത്മാവിന്റെ പ്രവൃത്തിയാണ്. സത്യത്തിൽ നോക്കിക്കേ, ആത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് അത് വളരെ വ്യക്തമായി 8-ാം അധ്യായം വിവരിക്കുന്നത്. ജീവന്റെ പ്രമാണം എന്ന് പറയുന്നതിന് മുൻപ് താൻ പറയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. 2-ാം വാക്യം. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ആത്മാവിന്റെ പ്രമാണം എനിക്ക് എന്തോ നൽകിയിരിക്കുന്നു? എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. യേശു പഠിപ്പിച്ചതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് ആര് ചെയ്യുന്നത്? യോഹന്നാനും പത്രോസും പൗലോസും ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തോ നൽകുന്നു? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമ്മെ എന്തോ ചെയ്യുന്നു? സ്വതന്ത്രരാക്കുന്നു. ഇതാണ് നമ്മളുടെ ജീവിതത്തിലുള്ള ശ്രേഷ്ഠമായ സംഗതി. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് സംഭവിക്കേണ്ട കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നാം ഇനി എന്തിന്റെ അടിമയല്ല? പാപത്തിന്റെ അടിമയല്ല, മരണത്തിന്റെ അടിമയല്ല. ഇതാണ് ശ്രേഷ്ഠത. എന്തുകൊണ്ടാണ് നാം മരണത്തെ ഭയപ്പെടാത്തത്? പാപത്തെ കുറിച്ച് നമുക്ക് കുറച്ചറിയാം. മരണത്തെ എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി ഭയപ്പെടാത്തത്? എന്താ കാരണം? നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ് മരണത്തിന്റെ താക്കോൽ. അതാണ് കാരണം. രണ്ടാമത്, യേശു മരിച്ചിട്ട് പറയുകയാണ് ഇത്രയേ ഉള്ളൂ മരണം. അങ്ങനെയാ വാക്യം. എന്താ പറയുന്നത്? വെളിപ്പാട് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ പക്കലുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നാം സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ, അറിയാത്ത ദേശമാണെങ്കിൽ ഒരു ആ ദേശത്തെ കുറിച്ച് അറിവുള്ള ഒരാളെ ഒരു ഗൈഡായിട്ട് കിട്ടിയാൽ സന്തോഷിക്കും, ഇല്ലേ? നമ്മുടെ ഇസ്രയേലിൽ പോയാൽ മലകളൊക്കെ കയറാൻ പോകുമ്പോൾ, പുതിയ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ നമ്മളൊരു ഗൈഡിനെ അന്വേഷിക്കും. കാരണം എന്താ? അതിലെ കടന്നുപോയ ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ നാം എന്തിനു വേണ്ടി വിഷമിക്കില്ല? വഴി തടഞ്ഞു നിൽക്കേണ്ട, എന്ത് എവിടെ എങ്ങനെ പോകണമെന്ന് വിഷമിക്കുകയില്ല. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പോകുകയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു. യോഹന്നാനേ, നീ ഏകനായി പത്മോസിൽ കിടന്ന് നിനക്ക് കാണാനുള്ളത് മരണമാണെങ്കിൽ മരണത്തെ നീ ഭയപ്പെടേണ്ട. കാരണം എന്താ? ഞാൻ മരിച്ചവനായിരുന്നു.
മരണം ഇത്രയേ ഉള്ളൂ. കാരണം എന്താ? ഞാൻ ജീവിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, എന്റെ കയ്യിലാണ് മരണത്തിന്റെ താക്കോൽ. പിന്നെ യേശു നമ്മൾക്ക് വരുത്തിയതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്ത്? യേശു ക്രിസ്തു നമുക്ക് മരണത്തെ നീക്കി എന്തൊക്കെ നൽകിയിരിക്കുന്നു? ജീവനും അക്ഷയതയും നൽകിയിരിക്കുന്നു. എന്റെ ചിന്താഗതിയിൽ നിങ്ങളെല്ലാം ബൈബിൾ കൂടുതൽ ഇരുത്തി വായിക്കണം. വായിച്ചു വിടുന്നവരാണെന്നൊക്കെ എനിക്കറിയാം. എന്തോ വേണം? ഇരുത്തി മനപ്പാഠം പഠിക്കത്തക്ക രീതിയിൽ പഠിക്കണം. അതാണ് നമ്മളുടെ വ്യത്യാസം. പഴയ തലമുറയും ഈ തലമുറയും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? പഴയ തലമുറയ്ക്ക് ബൈബിൾ അറിയാമായിരുന്നു. പുതിയ തലമുറയ്ക്ക് എന്തറിയില്ല? ബൈബിളെ കുറിച്ച് കേട്ട് കഴിയുകയുള്ളൂ. ഫാക്ട്സ് കുറച്ചൊക്കെ അറിയാം. അടുത്ത തലമുറ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബൈബിളിനെ തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല. കാരണം എന്താ? നമ്മളിൽ നിന്ന് വായിച്ച് ധ്യാനിക്കുന്നത് അവർ കാണുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ എല്ലായ്പ്പോഴും കടന്നു വരുമ്പോൾ എന്തോ സംഭവിക്കും? അവരും അതിനെ അറിഞ്ഞോ അറിയാതെയോ പാഠമാക്കി തീർക്കും. നിർബന്ധിച്ചാണെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് ബൈബിൾ വായിപ്പിച്ചില്ലെങ്കിൽ ഈ ബൈബിളിനെ കുറിച്ച് അറിയാത്തൊരു തലമുറയുടെ നടുവിൽ അവര് ആരുമില്ലാത്തവരെ പോലും വലയും. അതുകൊണ്ട് നാം ബൈബിൾ വായിച്ചില്ലെങ്കിൽ ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാൻ കഴിയുകയില്ല. ബൈബിൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയമെടുക്കാൻ കഴിയില്ല. കാരണം എന്താ? സർവശക്തിയുള്ള ദൈവമായ ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ, എല്ലാ അത്ഭുതങ്ങളും ചെയ്തവൻ. കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാനിച്ചപ്പോൾ പിശാചിന്റെ കോട്ടയിലേക്ക് കടന്നു പോകുവാൻ ശക്തിയുള്ളവൻ. എങ്ങനെയുള്ള പിശാചിന്റെ കോട്ടയിൽ? ലഗ്യോൻ ബാധിച്ചവന്റെ അടുക്കൽ. അതിലെ ആരും കടന്നു പോകില്ലെന്ന് അവിടെ ഒരു വാക്യമുണ്ട്, അറിയാമോ? പക്ഷെ അവന്റെ കോട്ടയിൽ അവന്റെ അടുക്കൽ ചെന്ന് അവനെ പേടിപ്പിച്ചവനാണ് ആര്? യേശു. ആ യേശു പിശാച് വന്നപ്പോൾ നിന്നെ ഞാൻ ഭത്സിക്കുന്നു, നീ ഓടിപ്പോകും എന്നൊന്നും അല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? യേശുവിനെ വാക്യം അറിയാമായിരുന്നു. മനുഷ്യൻ എന്ന നിലയിൽ എന്താ അറിയാമായിരുന്നു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൈവത്തെ പരിവേഷിച്ചു കൂടാ. മിസ്കോട്ട് ചെയ്യുമ്പോൾ അത് മിസ്കോട്ട് ചെയ്യുന്നതാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അപ്പോൾ എല്ലാ നിലകളിലും നമ്മെ ദൈവം വഴി നടത്തുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തിൽ കൂടെ സത്യാത്മാവ് വരുമ്പോൾ നമ്മെ എല്ലാ നിലകളിലും വഴി നടത്തുവാൻ ദൈവവചനത്തിന്റെ ആധാരത്തിൽ മാത്രമാണ്. ദർശനങ്ങളുടെയോ കേട്ടുകേൾവിയുടെയോ അടിസ്ഥാനത്തിൽ നാം ചെയ്യുന്നത് കൊണ്ട് ഇന്നലത്തേതെല്ലാം ചവിറ്റുകൊടയിൽ ഇടുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഉണർവുണ്ടായി പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതിന്റെ കാരണം എന്താ? അത് ദൈവവചനത്തിൽ ഇല്ലാത്തതായതുകൊണ്ടാണ്. ഒരു കാലത്ത് പഠിപ്പിച്ചതൊന്നും ഇന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട്, ആത്മാവിന്റെ നിറവെന്നും പറഞ്ഞ് 10-15 വർഷം മുമ്പ് വളരെ ശക്തമായി കിടന്നുരുളും, പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കും, ചിരിക്കും, ശബ്ദിക്കും. ഇതൊക്കെ ആത്മാവിന്റെ ഫലമാണെന്ന് പറഞ്ഞ് ആയിരങ്ങൾ തടിച്ചുകൂടി. പിന്നെ അതെന്തില്ല? എങ്ങും കാണുന്നില്ല. ഉരുണ്ടു വീഴുന്നത് വേറൊരു പ്രക്രിയയായിരുന്നു. അങ്ങനെ 100 കാര്യങ്ങൾ. ഇതൊക്കെ വേദപുസ്തകത്തിലുള്ളതാണെങ്കിൽ എന്നും ഒരുപോലെ എല്ലാവരും അംഗീകരിക്കത്തക്ക രീതിയിൽ കാണുന്നു. പക്ഷേ എന്തില്ല? നമുക്ക് പുതിയ റെവലേഷൻ ആണെന്നും പറഞ്ഞ് ഓരോരുത്തർ ഓരോ രീതിയിൽ കാണിക്കുന്ന ഉടനെ ഒരു കാലഘട്ടത്തിലേക്ക് വരും, പിന്നീട് അത് കാണുകയില്ല. എന്നാൽ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? എല്ലാ സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ, സർവശക്തിയുള്ള ദൈവം. കർത്താവ് പിശാചിനെതിരെ എടുത്തത് ദൈവവചനമായിരുന്നു. പരിശുദ്ധാത്മാവാണ് അത് നമ്മെ സഹായിക്കുന്നത്. എന്താണ് നമ്മുടെ കുഴിവാക്കിൽ? നമ്മെ പാപത്തിന്റെയും മരണത്തിന്റെയും ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കി പരിശുദ്ധാത്മാവിനാൽ നമ്മെ നടത്തുന്നുടനെ എല്ലാ സത്യവും നമ്മൾക്ക് ഗ്രഹിക്കുവാൻ ദൈവം ഇടയാക്കി തരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യും. അതുകൂടാതെ പരിശുദ്ധാത്മാവ് നമ്മെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ചെയ്യും. നോക്കിക്കേ, 16:14 വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 16:14 കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും?
അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചിരുന്നുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. എനിക്കുള്ളത് എടുത്തിട്ട് നിങ്ങളെ അറിയിക്കുന്ന ഉടനെ എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവ് സ്വയമായി ഒന്നും സംസാരിക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ആരെ കാണിക്കും? യേശുവിനെ കാണിക്കും. പിതാവായ ദൈവത്തെ പുത്രനായ ക്രിസ്തു വെളിപ്പെടുത്തിയതുപോലെ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വയമായി ഒന്നും സംസാരിക്കുകയില്ല, എന്നെ അയച്ച പിതാവിനെ ഞാൻ വെളിപ്പെടുത്തുക മാത്രമാണ്. അവന്റെ മഹത്വമാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. പരിശുദ്ധാത്മാവ് വരുമ്പോഴും അത് മാത്രമാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യും? യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. അപ്പോൾ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താത്ത ഒരു ആത്മാവും സത്യാത്മാവല്ല. സ്വയമായി മഹത്വമെടുക്കുന്ന സകല ആത്മാക്കളും വേറെ ആത്മാക്കൾ. അപ്പോൾ യേശുവിനെ ഉയർത്തുന്ന പ്രക്രിയ ആയിരിക്കും പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. കാരണം യേശുവിനെ എടുത്തിട്ട് യേശുവിന് മഹത്വം കൊടുക്കും. ഞാനിപ്പോൾ ഒരാളിന് എന്തെങ്കിലും സാധനം ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചെന്നിരിക്കട്ടെ, അതുകൊണ്ട് വളരെ നല്ലതായി കാര്യം ചെയ്താൽ ആൾക്കാർ ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അല്ലേ? ഏതെങ്കിലും ഒരു സംഗതി എന്റെ കയ്യിലുണ്ട്, ഞാൻ അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ചില കാര്യം ചെയ്താൽ ആൾക്കാർ ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പൊ ഞാൻ പറയുന്നത് ഇന്നാരുടെയാണ്, ഇന്ന വ്യക്തി തന്നതാണ്. അപ്പോൾ ആർക്കാണ് അതിന്റെ മഹത്വം? അതിന്റെ ഉടമസ്ഥൻ. അതാണ് യേശു ഇവിടെ പറയുന്നത്. ഈ ലോകത്തിൽ സകലതും ദൈവമക്കളുടെ നടുവിൽ സംഭവിക്കുന്നത് മുഴുവൻ എന്റേതാണ്. ആ സംഗതി പരിശുദ്ധാത്മാവ് കാണിക്കുമ്പോൾ, ശക്തിയോട് പ്രവർത്തിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ വരുവാനുള്ള പരിശുദ്ധാത്മാവ് യേശുവിന്റെ നാമത്തിൽ നാം കൽപ്പിക്കുമ്പോൾ ചെയ്യുന്നത്, നടക്കുന്നത് മുഴുവൻ ഈ പരിശുദ്ധാത്മാവിനാണ്. അപ്പോൾ മഹത്വം ആർക്ക് കിട്ടണം? പുത്രന് കിട്ടണം. അത് കൊടുക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്. അപ്പോൾ നാം നോക്കണം, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്നിലുള്ളത് കൊണ്ട് മഹത്വമാക്കാണ് പോകുന്നത്. ദൈവം എന്നെ നയിക്കുമ്പോൾ, എന്നെ കൺവിക്ട് ചെയ്യുമ്പോൾ, എന്നെ ഗൈഡ് ചെയ്ത് എന്റെ ജീവിതത്തിൽ പ്രവൃത്തിയിലേക്ക് എന്നെ എത്തിച്ചേർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് എന്നിൽ വരുന്നുടനെ യേശു പഠിപ്പിച്ചത്, നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തും. ഇനിയും കർത്താവ് പഠിപ്പിച്ച വേറെ കാര്യമാണ്. വളരെ ശക്തമായി അപ്പോസ്തലന്മാർ ഒന്നിച്ചിരുന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ പിതാവിന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്താവും? എന്റെ സാക്ഷികളാവും. എടുത്തു പറഞ്ഞു പോകാൻ നേരത്തെ മരിക്കുന്നതിന് മുൻപേ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ച ശേഷം ഒന്നുകൂടെ എംഫസൈസ് ചെയ്തു, നിങ്ങൾ എന്തോ ചെയ്യണം? പോയി കാത്തിരുന്ന് അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ദിവസം കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പതറിപ്പോകരുത്. ഗലീലയിലേക്ക് പോകാതെ ഇവിടെ യെരൂശലേമിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കണം. അവരവിടെ തന്നെ കാത്തിരിക്കും. എല്ലാവരും കാത്തിരിക്കും. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരാദ്യം ചെയ്തത് എന്തുവായിരുന്നു? എന്തായിരുന്നു ചെയ്തത്? യേശുവിനെ ഉയർത്തി. അവരെല്ലാവരും വന്ന് ചോദിച്ചു, എന്താ സംഭവിക്കുന്നത്? അപ്പോൾ എന്തോ പത്രോസ് പറയുന്നത്, ഇത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവർക്ക് ലഭിച്ചപ്പോൾ അവരാദ്യം ചെയ്തത് യേശുവിനെ ഉയർത്തി. യേശുവിനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തോ ചെയ്യണം? ഈ യേശുവിൽ വിശ്വസിക്കണം, യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം, യേശുവിൽ നിങ്ങൾ ജീവിക്കണം. അത് മാത്രമാണ് അവർ പഠിപ്പിച്ചത്. ഓക്കെ, വേറെ ഒന്നും അവർക്ക് പറവാനില്ലായിരുന്നു. പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ വീതിപ്രവൃത്തി ചെയ്യുന്ന 3-ാം അധ്യായത്തിൽ? അയ്യോ, ഞങ്ങളല്ല, നിങ്ങൾ കൊന്ന യേശുവാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്കൊന്നുമില്ല. പിന്നെന്തേ ഉള്ളൂ? യേശു മാത്രമേ ഉള്ളൂ, യേശുവിന്റെ നാമത്തിൽ. അതാണ് അവർ പറഞ്ഞത്. പൗലോസിനോട് ചോദിച്ചു, ഞങ്ങളെന്തോ ചെയ്യണം? അപ്പോൾ എന്താ പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. അവർക്ക് വേറെ ഒന്നും പറയാനില്ല, വേറെ ഒന്നും അവർക്ക് കാണിക്കാനില്ല. ആകെപ്പാടെയുള്ളത്, ഞാൻ കർത്താവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ എന്റെ അനുകാരികളായിരിക്കും. നമുക്ക് നോക്കുവാനുള്ളത് യേശുവാണെന്ന് പൗലോസ് പറഞ്ഞു. യേശുവിനെ നോക്കുക. പത്രോസ് പറഞ്ഞു, അവന്റെ പാത പിന്തുടരുക, അവനിൽ വിശ്വസിക്കാം, അവന്റെ നാമത്തിൽ പ്രവർത്തിക്കാം, അവനെ ഉയർത്തുക.
ഇതല്ലാതെ വേറെ ഒന്നും പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തില്ല അപ്പോസ്തലന്മാർക്ക്. യേശു അത് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശക്തി നൽകുന്നത് എന്തിനല്ല? എന്തിനല്ല? അതെ, വേറെ ഒന്നിനുമല്ല, നമ്മൾ കർത്താവിനെ ഉയർത്തുവാൻ. അതാണ് യേശു പറഞ്ഞത്. നമ്മുടെ പക്കൽ രൂപ കിട്ടി, അത് പേപ്പറാണ് അല്ലേ? മറ്റു പേപ്പറിനെ പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല, അതെ, ഉപയോഗിക്കാറില്ല. അത് പേപ്പറാണ്, പക്ഷേ അത് മറ്റു പേപ്പറിനെ പോലെ ഉപയോഗിക്കാറില്ല. അത് മറ്റു പേപ്പറിനെ പോലെ ആരെങ്കിലും ഉപയോഗിച്ചാൽ അതിനുണ്ടാക്കിയിരിക്കുന്ന പർപ്പസ് അതിനല്ലെന്നേ കാണുന്നവനറിയാം. ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ അവൻ ആരായിരിക്കും? ആരെങ്കിലും ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചു, ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ എവിടോ ചെന്നപ്പോൾ ആയിരക്കണക്കിന് 50 രൂപയും 100 രൂപയും 1000 രൂപയും വലിച്ചു കയറ്റിയിരിക്കുന്നത്. അത് ആരായിരിക്കും ചെയ്തത്? നോക്കിയപ്പോൾ ഒരു മാനസികൻ. ആരായിരിക്കും? അല്ലാതെ ആരെങ്കിലും ബോധമുള്ള ചെയ്യുമോ? അതിന്റെ വിലയാണ് അറിയാവുന്നത്. അതുപോലെയാണ് നമ്മളുടെയും ചിന്താഗതി. ശരിയായി ഫോക്കസ് ഇല്ലാത്തവൻ മാനസികരോഗിയെന്ന് ഞാൻ പറയാൻ പേടിക്കുന്നു. എന്താ? ഫോക്കസ് ഇല്ലാത്തവൻ ആണ്. ദൈവം തന്ന പരമപ്രധാനമായ നമ്മളുടെ ജോലി എന്താണ്? യേശുവിനെ ഉയർത്തുക, യേശുവിനെ കുറിച്ച് പറയുക, യേശുവിന് മഹത്വം കൊടുക്കുക, യേശു പഠിപ്പിച്ചത് പറയുക, യേശുവിന് വേണ്ടി ജീവിക്കുക. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളുടെ ഒന്നാമത്തെ പ്രവൃത്തി. രണ്ടാമത്തേതാണ് ബാക്കിയുള്ളതെല്ലാം. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ള ദൈവജനമേ, യേശു പഠിപ്പിച്ചത് നിങ്ങൾ എന്റെ സാക്ഷികളാണ്. നിങ്ങൾ എന്നെ കുറിച്ച് സാക്ഷി പറയും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എല്ലാം കാണിച്ചു നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ പാപം എന്താണെന്നും ന്യായവിധി എന്താണെന്നും നീതി എന്താണെന്നും വെളിപ്പെടുത്തി തരും. ഇത് നൽകിയിട്ട് ഈ പരിശുദ്ധാത്മാവ് ഒരു ദിവസത്തെ ഒരു അനുഭവമല്ല, എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൽ നിറവിൽ ജീവിതം ചെയ്തേ പറ്റുകയുള്ളൂ. അതാണ് അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ട് എഫെസോസിലെ ദൈവങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഏത് വിധത്തിലായിരിക്കണം നിങ്ങൾ നടത്തപ്പെടേണ്ടത്? എങ്ങനെ മദ്യപാനിയെ നിയന്ത്രിക്കുന്നുവോ അതേ രീതിയിൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ എന്തോ ചെയ്യണം? നിയന്ത്രിക്കപ്പെടണം. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മദ്യം കുടിച്ചാൽ അതിന്റെ പരിണത ഫലം അവർക്കുണ്ടാകും. നിങ്ങൾ ആത്മാവ് കുടിച്ചാൽ നിങ്ങൾ എന്തോ ചെയ്യും? ആത്മാവിന്റെ പരിണത ഫലം ഉണ്ടാകും. ആത്മാവിന്റെ പരിണത ഫലം എന്താ? നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം. അതാ പറഞ്ഞ് നിങ്ങൾ പാട്ട് പാടും. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് സന്തോഷമുള്ളവർ പാട്ട് പാടും. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? കീർത്തനം ഹൃദയത്തിൽ പുറത്തെ അന്യോന്യം എന്തോ ചെയ്യും? സന്തോഷമുള്ളവരായിരിക്കും. രണ്ടാമത് നന്ദിയുള്ളവരായിരിക്കും. മൂന്നാമത് പിന്നെ കീഴടങ്ങുന്ന മനോഭാവമുള്ളവരായിരിക്കും, സ്നേഹിക്കുന്നവരായിരിക്കും, പിന്നെ അനുസരണമുള്ളവരായിരിക്കും, ജോലിയിൽ സാക്ഷ്യമുള്ളവരായിരിക്കും, പിശാചിനോടുള്ള യുദ്ധത്തിൽ ശക്തിയുള്ളവരായിരിക്കും. അവൻ എങ്ങനെ? താഴോട്ട് വായിക്കുക. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ കൊണ്ട് നിർത്തുന്നത് എവിടെയാണ്? പിശാചിനോടുള്ള യുദ്ധം കഴിഞ്ഞ് വിജയാളികളായി നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് അവിടെ കാണിക്കുന്നത്. കാരണം എന്താ? അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവരായിരിക്കണം. അപ്പോൾ യേശു പഠിപ്പിച്ച പരിശുദ്ധാത്മാവെ മഹാദൈവം നമ്മളോട് എപ്പോഴും വസിക്കേണ്ടതിനാണ്, എന്നേക്കും വസിക്കേണ്ടതിനാണ്, നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിനാണ്, നമുക്ക് അറിയുവാനാണ്, ദൈവത്തെ അറിയുവാൻ. ഇതെല്ലാം ആ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നും നമ്മോട് കൂടെ ഇരിപ്പാൻ, എപ്പോഴും ദൈവം ആരാണെന്ന് അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കും. നമുക്ക് ശക്തി ലഭിക്കും. യേശുവിന് പോലും ആ ശക്തി ലഭിച്ച കാര്യം ഇന്നലെ രാത്രി ഞാൻ അല്പം പറഞ്ഞു. ദൈവാത്മാവിൽ ജനിച്ച ദൈവപുത്രൻ. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് തനിക്ക് ലഭിച്ചത്? വളരെ വ്യക്തമായി ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18 മുതൽ 4 കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രീച്ച് ചെയ്യുവാൻ, ഹീൽ ചെയ്യുവാൻ, ഡെലിവറി ചെയ്യുവാൻ, പിന്നെ ദൈവത്തിന്റെ മഹാദിവസത്തെ കുറിച്ച് പറവാൻ, ദൈവരാജ്യത്തെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ,
യേശുവിനെ കുറിച്ച് പ്രീച്ച് ചെയ്യുവാൻ, പിന്നെ ഹീൽ ചെയ്യുവാൻ, പിന്നെ ഡെലിവറി ചെയ്യുവാൻ, ആ രക്ഷാ ദിവസത്തെ കുറിച്ച് പറവാൻ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ച് നമുക്ക് നിർത്താം. 4:18 മുതൽ, ലൂക്കോസ് 4:18 മുതൽ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യോർദാൻ വിട്ടു. യേശു ദേവാലയത്തിൽ ചെന്നു, വേദപുസ്തകം എടുത്തു വായിച്ചിട്ട് പറഞ്ഞ വാക്യങ്ങൾ. ഓ, ദരിദ്രന്മാർക്ക് സുവിശേഷം പറവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പിന്നെ അപ്പോൾ എന്റെ ആത്മാവുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യും? ബദ്ധന്മാർക്ക് വിടുതല്, കുരുടന്മാർക്ക് കാഴ്ച, വിടിവിക്കാൻ, കർത്താവിന്റെ പ്രസാദവർഷം, അവന്റെ വരവിനെ കുറിച്ച്, അവന്റെ രക്ഷണ പ്രവൃത്തിയെ കുറിച്ച് പറവാൻ. അപ്പോൾ എന്താണ് യേശു ചെയ്തത്? യേശു ചെയ്തത് പ്രീച്ചിങ്, എന്തായാലും ഡെലിവറൻസ്. ഇതെല്ലാം എന്തിനാണ്? നമ്മളുടെ വിടുതൽ, മനുഷ്യവർഗത്തിന്റെ വിടുതൽ, അടിമകളായിരിക്കുന്നവരുടെ വിടുതൽ, രോഗികളായിരിക്കുന്നവരുടെ വിടുതൽ. അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സാക്ഷികളാകും. ആത്മാവ് നിങ്ങൾക്ക് സാക്ഷ്യം പറയുമ്പോൾ യേശുവിനെ ഉയർത്തും. യേശുവിനെ ഉയർത്തുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. എന്തൊക്കെ സംഭവിക്കും? ആൾക്കാർ രക്ഷിക്കപ്പെടും, രോഗസൗഖ്യം നടക്കും, ബന്ധിതരെ രക്ഷപ്രാപിക്കും. അവരുടെ പ്രത്യാശ എന്തായിരിക്കും? അതായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മരണത്തിന് ഭയമില്ലാത്തത്. അതാണ് നമ്മൾ വിവേചനം. എന്താണ്? നാം ഈ ലോകത്തിൽ കുറച്ചു ദിവസത്തേക്ക് ഒരു പരദേശികളാണ്. ആ വാസം കഴിയുമ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് പോകുവാൻ തിടുക്കം കൂട്ടും. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ മനുഷ്യർക്കും വീസ കിട്ടി ഇവിടെ വരുന്നോടനെ വീസ തീരുന്നതിന്റെ തലേ ദിവസം എന്തോ ചെയ്യോനെ നാട്ടിലേക്ക് പോകുവാൻ, വീട്ടിലേക്ക് പോകുവാൻ തിടുക്കം കൂട്ടും. കാരണം എന്താ? ഇതെന്തല്ല അവരുടെ വീട്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള ലക്ഷ്യം നൽകും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രസാദ വർഷം, പ്രസംഗിപ്പാൻ, ദൈവത്തിന്റെ ദിവസം, യേശുവിന്റെ വരവ് അതിനെ കുറിച്ച് പറവാൻ ബോധവാന്മാരായിരിക്കും. അതിന്റെ കൂടെ ബാക്കിയുള്ളതെല്ലാം നമുക്കുണ്ട്. അവിടെ എത്തിക്കുവാൻ തക്കവണ്ണം നാം വിശുദ്ധരും നിഷ്കളങ്കരും നീതിയുള്ളവരുമായി ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടുന്നതൊക്കെയും ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. പക്ഷേ ആദ്യവും അന്ത്യവും ഇതാണ്. ഒന്ന്, നമുക്ക് കർത്താവിനെ ഉയർത്തുവാൻ, അവസാനം നമുക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന പ്രത്യാശ. ഇത് രണ്ടുമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായി നൽകുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ എത്തിക്കുവാൻ, ഇവിടെ തുടങ്ങിയവൻ അവിടെ എത്തുവാൻ നമ്മെ വഴികാട്ടുന്ന സകല കാര്യങ്ങളിലും അവൻ നമ്മെ വഴി നടത്തും. ഇന്ന് രാവിലെ പ്രിയപ്പെട്ട ദൈവജനമേ, യേശു പഠിപ്പിച്ചതും ദൈവജനം പറയുന്നതുമായ പരിശുദ്ധാത്മാവെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഏത് സാഹചര്യത്തിലും കർത്താവിൽ ധൈര്യപ്പെട്ട് കർത്താവിൽ ജീവിച്ച് നമുക്ക് ആത്മാവിനെ അനുസരിച്ച് ആത്മാവിന്റെ ഫലമുള്ളവരായി ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി അവന്റെ വരവ് വരെയും നമുക്ക് ജീവിക്കുവാൻ കഴിയും. അതാണ് വിശുദ്ധന്മാരായ ദൈവമക്കൾ കഴിഞ്ഞ തലമുറയിൽ ഈ തലമുറയിൽ ചെയ്തു കാണിച്ചത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പോയാൽ ഒണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് നടിച്ചിട്ട് നാം കുടയുന്ന ശിംശോനെ പോലെ മാത്രമേ. താൻ വിചാരിച്ചു എന്ത്? ആത്മാവ് തന്നെ കാണുമെന്ന്, പഴയതുപോലെ തന്നെ കാണുമെന്ന് വിചാരിച്ചു കുടഞ്ഞു. പക്ഷെ എന്ത് സംഭവിച്ചു? താൻ പിടിക്കപ്പെട്ടു, ബന്ധനസ്ഥനായി, കണ്ടുപോയി, അടിമയായി. അവസാനം പരിശുദ്ധാത്മാവ് രണ്ടാമത് വന്നിട്ടും ആ പാപികളുടെ ഈ ലോകത്തിൽ അവന്റെ ജീവിതം അവസാനിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഉണ്ടെന്ന് വിചാരിച്ചു കുടയുന്നവരാണെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നു. ഉള്ളവരായി യേശുവിനെ ഉയർത്തുന്ന ശക്തിയോടെ ദൈവസന്നിധാനത്തിൽ ജീവിക്കുന്ന ദൈവമക്കളായി തീരുവാൻ പരിശുദ്ധാത്മാവ് കർത്താവ് പഠിപ്പിച്ചതുപോലെ, അപ്പോസ്തലന്മാർ ചിന്തിച്ചതുപോലെ, വേദപുസ്തകം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.